അങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നു കഴിയുമ്പോൾ സന്തോഷിക്കാവുന്ന ഒരുപാട് വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരായ പല യോഗ്യന്മാരും തോറ്റുപോയി. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിണി വീണ ജോർജ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ച പ്രൊഫസർ ബിന്ദു, പിന്നെ നമ്മുടെ പീച്ചി കാച്ചി ഡിപ്പാർട്ട്മെൻറ്റ് കാര്യക്ഷമമായിട്ട് ഭരിച്ച ചിഞ്ചൂർ റാണി, അതുപോലെ വ്യവസായ മന്ത്രി, കേരളത്തിൻ്റെ വ്യവസായ പുരോഗതിക്ക് വേണ്ടി അനവരതം പ്രവർത്തിച്ച, പല വ്യവസായശാലകളും പൂട്ടുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച സഖാവ് പി രാജീവ്, പിന്നെ സ്പോർട്സ് മന്ത്രി, മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മനുഷ്യരെ വിഡ്ഢിയാക്കിയ അദ്രമാൻ, അതുപോലെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഭരിച്ച മഹാനായ കേളു, പിന്നെ അങ്ങനെ എണ്ണി പറഞ്ഞാൽ തീരില്ല, അതിന് മാത്രമുണ്ട്. പിന്നെ സാധാരണ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, ഇവരെല്ലാവരും തന്നെ പരാജയപ്പെട്ടു. ആകെ ജയിച്ചവരുടെ പേര് പറയാൻ കുറേ കൂടി എളുപ്പം. കെ രാജൻ, പി പ്രസാദ്, നമ്മുടെ ജി ആർ അനിൽ, അത് കഴിഞ്ഞാൽ മരുമകൻ, പിന്നെ ബാലഗോപാൽ, പിന്നെ ഏവർക്കും പ്രിയകരനായ നമ്മുടെ കാരണഭൂതൻ. ഇത്തരം പേരൊക്കെ ജയിച്ചുള്ളൂ, ബാക്കി എല്ലാവരും തോറ്റുപോയി. ഓരോ പരാജയവും തീർച്ചയായിട്ടും സന്തോഷകരമാണ്, സംതൃപ്തികരമാണ്, നമ്മൾ ഓരോരുത്തരെയും പിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് പി രാജീവിൻ്റെ, അതുപോലെ വീണ ജോർജിൻ്റെ, ബിന്ദുവിൻ്റെ ഒക്കെ പരാജയങ്ങൾ മധുര മനോഹരങ്ങളാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഒന്ന് സി പി ജോൺ ജയിച്ചതാണ്. ഈ സി പി ജോൺ, ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐയുടെ അനിശ്ചിതത്വ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയും അദ്ദേഹത്തിൻ്റെ പിന്നീടും പൊതുപ്രവർത്തന രംഗത്ത് വന്ന പലരും എം എൽ എമാരായി മന്ത്രിമാരായി പല പദവികളിലെത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും നിയമസഭാംഗമാകാനും മന്ത്രിയാകാനും കഴിയാതെ പോയ ഒരാളാണ്. വളരെ ബുദ്ധിമാനാണ്, പ്രഗത്ഭനാണ്. അദ്ദേഹം ജയിച്ചത് തീർച്ചയായിട്ടും കേരള നിയമസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷകരമാണ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പയ്യന്നൂർ മത്സരിച്ച് ജയിച്ച ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന സഖാവ് കുഞ്ഞികൃഷ്ണൻ്റെ വിജയം. അത് പയ്യന്നൂർ മാത്രമല്ല, കേരളത്തിലെ എമ്പാടും വലിയ കൂളലൊക്കെ ഉണ്ടാക്കിയ, ഇടതുപക്ഷ ധാർമ്മികതയ്ക്ക് വലിയ തിരിച്ചടി സംഭവിച്ച, ഇടതുപക്ഷത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിൽ തന്നെ വിള്ളൽ വീഴ്ത്തിയ ഒരു സംഭവം. അതുപോലെ തന്നെ കുടുംബാധിപത്യത്തിനെതിരെ സമരം ചെയ്ത് തളിപ്പറമ്പിൽ മത്സരിച്ച് വിജയിച്ച ടി കെ ഗോവിന്ദൻ്റെ വിജയം. ഇത് തോറ്റുപോയെങ്കിൽ പോലും ഐഷ പൂറ്റിയുടെ പോരാട്ടം, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്, എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്ന അമ്പലപ്പുഴയിൽ സഖാവ് ജി സുധാകരൻ ജയിച്ചാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി വന്ന് യുവജന രംഗത്ത് ശ്രദ്ധേയനായി 4 തവണ നിയമസഭയിലേക്ക് ജയിച്ച് 10 കൊല്ലം മന്ത്രിയായി 10 പൈസയുടെ അഴിമതി നടത്താതെ കഴിഞ്ഞ തവണ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷ സമയത്ത് സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത ആളാണ് ജി സുധാകരൻ. അത് അദ്ദേഹം മാത്രമല്ല, അതുപോലെ ഒരുപാട് ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയ ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ടായിട്ട്, പ്രസ്ഥാനത്തിലുണ്ടായിട്ട്, അത് നമ്മൾ എണ്ണി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം നേരിട്ട അവഹേളനം, അമ്പലപ്പുഴയിൽ വോട്ട് കുറഞ്ഞുപോയി, ഭൂരിപക്ഷം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഉണ്ടായ പരാതി, അതിനെ തുടർന്ന് സഖാവ് കളമരമേരിയും നടത്തിയ വമ്പിച്ച അന്വേഷണം, ഏകപക്ഷീയമായ അതിലെ റിപ്പോർട്ട്, ഇതൊക്കെ കഴിഞ്ഞ് സഖാവിനെ പരസ്യമായി ശാസിച്ച നടപടി, അതിനുശേഷം പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനത്തിൽ പോലും അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്ന നടപടി, ഒടുവിൽ അദ്ദേഹം പരിഭവിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരു തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സുധാകര അടങ്ങൂ, പാർട്ടിക്കെതിരെ മത്സരിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം മത്സരിക്കുമായിരുന്നില്ല. അതിനു പകരം പുണ്ണിൽ കൊള്ളിവെക്കുന്ന രീതിയിൽ കാരണഭൂതൻ നടത്തിയ പരാമർശങ്ങൾ, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ മന്ത്രി സജി ചെറിയാനും, അതുപോലെ പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും അമ്പലപ്പുഴയിൽ നിന്ന് ആരുടെ കാരുണ്യം കൊണ്ട് ജയിച്ചോ ആ സുധാകരൻ്റെ കാലുവാരിയ സുഡാപ്പി സലാം എന്ന കുപ്രസിദ്ധനായ ജയിച്ച MLA സലാമിൻ്റെ അഹങ്കാരവും ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ സഹി കെട്ടിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശിച്ചത്. അതിനുശേഷവും കാരണഭൂതൻ അമ്പലപ്പുഴയിൽ നേരിട്ട് ചെന്ന് സുധാകരൻ ഇവിടെ RSSൻ്റെ പിന്തുണയിട്ടാണല്ലോ മത്സരിക്കുന്നത്,
അദ്ദേഹത്തെ പരാജയപ്പെടുത്തേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യമായ കടമയാണ് എന്ന് പ്രസംഗിച്ചപ്പോൾ ചില ഏഴാം കൂലികൾ അത് കേട്ട് കൈയടിച്ചു എന്നുള്ളത് സത്യമാണ്. അത് കേട്ട് സഖാബ് സലാം ഞാനൊരു യോഗ്യനായതുകൊണ്ടാണ് പിണറായി സഖാബ് ഇങ്ങനെ പറയുന്നത്. ഈ അമ്പലപ്പുഴയിലെ നാട്ടുകാരെല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ച് കളയും, അങ്ങനെ സുധാകരനെ ഉരത്തിക്കളയാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ചുക്ക് നടന്നില്ല. സുധാകരൻ ജയിച്ചു. പിണറായി വിജയന് കിട്ടിയേക്കാളും വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. പിണറായിയുടെ മരുമോനുണ്ടല്ലോ, അവർ കിട്ടിയേക്കാളും വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ആലപ്പുഴയുടെ തീരപ്രദേശത്ത് മത്സരിച്ച സകല CPM-കാരും തോറ്റ് തുന്നം പാടി. അരൂര് ഡൽഹിമ തോറ്റു, ആലപ്പുഴയിൽ ചിത്തരഞ്ജൻ തോറ്റു, അമ്പലപ്പുഴയിൽ സലാം തോറ്റു, കായംകുളത്ത് പ്രതിഭ തോറ്റു, കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് തോറ്റു. പോരെ ഇതാണ് സുധാകരൻ്റെ ജയം. അമ്പലപ്പുഴയിലെ ജയം മാത്രമല്ല, ഈ സുധാകരനെ പോലൊരു സഖാവിനെ നാണം കെടുത്തി അപമാനിച്ച് അവഹേളിച്ച് ചവിട്ടി മെതിച്ച് നിങ്ങളൊക്കെ നേതാക്കന്മാരായിരിക്കാം, ഇനിയും ഒരുപാട് കാലം MLA-മാരും മന്ത്രിമാരായിട്ടൊക്കെ ഇരുന്ന് വിരാജിക്കാം എന്നാണ് വിചാരിച്ചെങ്കിൽ പ്രിയ സഖാക്കളെ, നിങ്ങളെക്കാളിലൊക്കെ വിവരവും കാര്യവിവരവും തിരിച്ചറിവും ഉള്ളവരാണ് ആലപ്പുഴയിലെ സാധാരണ പാർട്ടിക്കാർ. ഈ വോട്ട് മുഴുവൻ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ട് കിട്ടിയതല്ല, BJP-കാരുടെ സഹായം കൊണ്ട് കിട്ടിയതല്ല, നിങ്ങൾ കുറ്റപ്പെടുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സഹായം കൊണ്ട് കിട്ടിയതുമല്ല. നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് ആളുകൾ വോട്ട് മാറ്റി ചെയ്തതാണ്. പുന്നപ്പുറയുടെയും വയലാറിൻ്റെയും ചുവന്ന മണ്ണിൽ ഈ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് പാർട്ടിക്കാർ സമയം പോലെ സൗകര്യം പോലെ ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞ കണക്കാക്കണ്ട. സജി ചെറിയ കഷ്ടിച്ച് ജയിച്ചു, രക്ഷപ്പെട്ടു എന്നുകൂടെ പറയാം. അദ്ദേഹത്തിന് ഇനിയും ഭരണഘടന കുന്തമോ കുടച്ചക്രമോ എന്നൊക്കെ രീതിയിലുള്ള വ്യാഖ്യാനവും നടത്താം. പക്ഷേ അതിനപ്പുറത്ത് ആലപ്പുഴയിൽ പാർട്ടിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചടി ഉണ്ടായി? കഴിഞ്ഞ തവണത്തെ റിസൾട്ട് എന്തായിരുന്നു? കഴിഞ്ഞ തവണ എന്താ റിസൾട്ട് എന്തായിരുന്നു? ഇത്തവണത്തെ റിസൾട്ട് എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ കാര്യം മനസ്സിലാവും. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും ഒരുപോലെ കറപ്റ്റായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സത്യത്തിൽ സുധാകരൻ മാത്രമേ റിബലായിട്ട് മത്സരിച്ചുള്ളൂവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജയത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ CPM-ൽ തന്നെയുണ്ട്. AK ബാലൻ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പിണറായി വിജയനെ ധിക്കരിച്ച് പുറത്തു വരാനുള്ള ധൈര്യം ഉണ്ടായില്ല. തോമസ് ഐസക്ക് ഉള്ളുകൊണ്ട് അസൂയപ്പെടുന്നുണ്ട്. MA ബേബിയും ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അത് നന്നായി എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതുപോലെ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ നേതാക്കന്മാരിലുണ്ട്. ആ ഇടത്തരം നേതാക്കളിലുണ്ട്. MLA MP ഒന്നും ആകാൻ പറ്റാതെ പോയവരിലുണ്ട്. ഈ ചിന്താഗതിയുള്ളവരാണ് ഇന്ന് CPM-ൽ കൂടുതലും. കാരണം കാരണഭൂതൻ്റെയും മരുമോൻ്റെയും മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കാത്ത ഒരാൾക്കും ഇന്ന് ഈ പാർട്ടിയിൽ പ്രസ്ഥാനത്തിൽ നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഒരൊറ്റ കാര്യം കൂടി പറയേണ്ട അവസാനിപ്പിക്കാം. അത് എനിക്കിതുപോലെ തന്നെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. മണലൂർ മണ്ഡലത്തിൽ വലിയ മത്സരത്തെ അതിജീവിച്ച് സഖാവ് C. രവീന്ദ്രനാഥ് വിജയിച്ചു എന്നുള്ളതാണ്. രവീന്ദ്രനാഥ് പാർട്ടിയുടെ അത്ര വലിയ നേതാവൊന്നുമല്ല. അത് KP വിശ്വനാഥനെതിരായിട്ട് പാർട്ടി പണ്ട് ഒരിക്കൽ കൊടകര മണ്ഡലത്തിൽ പരീക്ഷിച്ചാണ്. അത്തവണ അദ്ദേഹം ജയിച്ചു, KP വിശ്വനാഥനെ തോൽപ്പിച്ചു. വീണ്ടും അദ്ദേഹം മത്സരിച്ചു, വീണ്ടും ജയിച്ചു, വീണ്ടും മത്സരിച്ചു, വീണ്ടും ജയിച്ചു. മൂന്നാമത് ജയിച്ചപ്പോൾ അദ്ദേഹത്തെ പാർട്ടി മന്ത്രിയാക്കി. നാലാമത്തെ തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. പിന്നീട് പാർലമെൻറ്റിലേക്ക് ബെന്നി ബെഹനാനെതിരെ മത്സരിപ്പിച്ചു, തോറ്റുപോയി. ചാലക്കുടി അങ്ങനെ ജയിക്കുന്ന സീറ്റില്ല. ഇത്തവണ തീർത്തും അപരിചിതമായ മണലൂർ മണ്ഡലത്തിൽ പുള്ളിയെ മത്സരിപ്പിച്ചു. അവിടെ TN പ്രതാപനെ തോൽപ്പിച്ച് രവീന്ദ്രനാഥ് ജയിച്ചിരിക്കുകയാണ്. രവീന്ദ്രനാഥ് ഈ പറഞ്ഞ പോലെ നിഷ്കാമ കർമ്മയോഗിയായിട്ടുള്ളൊരു സഖാവാണ്. തോറ്റാലൊന്നും കുഴപ്പമില്ല, ജയിച്ചാലും വിരോധമില്ല. അദ്ദേഹം വിജയിച്ചു. സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ ജയിച്ചതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. മാത്രവുമല്ല, കോൺഗ്രസ്സിലുള്ള ഏറ്റവും കപടനാട്യക്കാരനായ ഒരു നേതാവാണ് TN പ്രതാപൻ. ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മന്ത്രിയാകുമായിരുന്നു. അദ്ദേഹം നേരത്തെ നാട്ടികയിൽ 2 തവണ ജയിച്ചിട്ടുണ്ട്, കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്, ഒരിക്കൽ പാർലമെൻറ്റിലേക്ക് ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പുള്ളിയുടെ പേര് പോയതാണ്, മത്സരിച്ചേക്ക് തോറ്റേനെ. അതിന് പോലെ K. മുരളീധരനെ കൊണ്ടു നിർത്തിയപ്പോൾ K. മുരളീധരനെ ആദ്യം കെട്ടിപ്പിടിക്കും, K. മുരളീധരൻ്റെ പോസ്റ്റ് ഒട്ടിക്കാൻ പോയും. അത് കഴിഞ്ഞ് K. മുരളീധരൻ്റെ കാലുവാരം ചെയ്ത ആളാണ് TN പ്രതാപൻ. UDF-ൽ ഇത്ര വലിയ വിജയം ഉണ്ടാകുന്ന സമയത്ത് TN പ്രതാപൻ തോറ്റതിൽ തീർച്ചയായിട്ടും ഒരു സന്ദേശമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതും പ്രതാപനെ തോൽപ്പിച്ചതിൽ രവീന്ദ്രനാഥാണ് എന്നത് തീർച്ചയായിട്ടും അതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തവും ഉള്ളടക്കമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും രവീന്ദ്രനാഥ് മാഷിനെയും അഭിനന്ദിക്കുന്നു, G. സുധാകരനെയും കുഞ്ഞികൃഷ്ണനെയും അതുപോലെ
ഗോവിന്ദനെയും ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തിരുത്താൻ ധൈര്യം കാണിച്ച, ചങ്കൂറ്റം കാണിച്ച എല്ലാ സഖാക്കളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.